പല വെജിറ്റബിളിനെ പറ്റിയിട്ടും അതുപോലെ ഫ്രൂട്ട്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വെജിറ്റബിൾ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ വിടരുത്, നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഏതാണെന്ന് അറിയോ? അലർജി ഉള്ള ആളുകൾക്ക് വളരെ കോമൺ ആയിട്ടുള്ളതാണ് ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാവുക, ഇൻഫ്ലമേഷൻ ഉണ്ടാവുക എന്നുള്ളത്. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ പറയാറുണ്ട്. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്. ഇൻഫ്ലമേഷൻ ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനും അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നതാണ്. ഇതിനേക്കാളൊക്കെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ ഉണ്ട്. ഏതാണെന്ന് അറിയോ? ബീട്രൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ബീട്രൂട്ടില് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതുവഴി തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. അത് മാത്രമല്ല ബീട്രൂട്ടിൽ നൈട്രേറ്റ്സ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നു. ഈ നൈട്രേറ്റ്സ് കൂടുതലായിട്ട് നമ്മളെ രക്തക്കുഴലുകൾ കൂടുതലായിട്ട് വികസിക്കാനും അതോടൊപ്പം തന്നെ അതുവഴി നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാവാനും സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായി ഇംപ്രൂവ് ചെയ്യുന്നത് വഴി അലർജിയുടെ ഭാഗമായിട്ടുള്ള ഇൻഫ്ലമേഷൻ കുറയുക മാത്രമല്ല നമ്മളെ ഹാർട്ടിന് നല്ലതാണ്. അതുവഴി തന്നെ സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നമുള്ള ആളുകൾക്ക് വളരെ എഫക്റ്റീവ് ആണ്. ചീത്ത കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കുടലിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. കാരണം ഇതിൽ ഒരുപാട് ഫൈബർ ഉണ്ട്. ഒരുപാട് ഫൈബർ റിച്ച് ഉള്ള ഫുഡ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഗട്ട് ഹെൽത്തിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ജനറലി നമ്മൾ കഴിക്കുന്നതിലൂടെ തന്നെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇങ്ങനെ അലർജിക്ക് നല്ല രീതിയിൽ മാറ്റം വരുന്നതോടൊപ്പം തന്നെ നമ്മളെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന വിറ്റാമിൻ സി, ഫോളേറ്റ്, ആന്റി ഓക്സിഡൻസ് ഒക്കെ ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നു. 1-2 തവണ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന വഴി തന്നെ നിങ്ങൾക്ക് അതിന്റെ എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്നതാണ്. നിങ്ങൾക്ക് പുഴുങ്ങിയിട്ട് കഴിക്കാം, പുഴുങ്ങിയിട്ട് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിയോ കഴിക്കാം, അതല്ലെങ്കിൽ സാലഡ്സിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാം. എങ്ങനെയാണെങ്കിലും 1-2 തവണ നിങ്ങൾ എന്തായാലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നോക്കൂ. അതിനുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് മുതൽ തന്നെ ഭക്ഷണത്തിൽ നിങ്ങൾ ബീട്രൂട്ടും കൂടി ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യൂ.